நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വീഡിയോ ഉണ്ട്, പക്ഷേ സംസാരമൊന്നും കേൾക്കാൻ പറ്റിയില്ല. ഇയാളെ നല്ല പരിചയമുണ്ടല്ലോ. എനിക്കങ്ങോട്ട് പിടിയിട്ടുന്നില്ല. ഇതൊരു നമ്പർ 1 ക്രിമിനലാ. പക്ഷേ എനിക്ക് ആളാരാണെന്ന് കിട്ടുന്നില്ല. ഞാനേ കിരണിനൊന്ന് വിളിക്കട്ടെ. അർജുൻ, കിരൺ, ഞാനേ നിന്റെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയക്കാം. അയാളെ അറിയാവുന്ന ഒന്ന് നോക്ക്. അതുപോലെ കുറച്ച് ഡോക്യുമെന്റ്സ് വായിക്കാം. പ്രിയയിൽ നിന്ന് വസന്തനങ്ങളിൽ കിട്ടിയതാ. ജയിലിലെ വിസിറ്റേഴ്സ് പാസ് ഒക്കെ ഉണ്ട്. ഓക്കെ അർജുൻ, സെൻഡ് ചെയ്തേക്ക്. ഞാൻ വിശദമായിട്ട് നോക്കിയിട്ട് വിളിക്കാം. ഓക്കേടാ. അജോട്ടാ, കമ്മീഷണർ അല്ല സ്വാതി കേസിന് പിന്നിലെങ്കിൽ കമ്മീഷണർ അഞ്ജനാമ്മയെ അന്വേഷിച്ചു വരും എന്നുള്ള പ്രതീക്ഷയൊക്കെ വെറുതെ ആവില്ലേ? അതൊക്കെ രണ്ടാമതേ വരുന്നുള്ളൂ പൂജ. പ്രിയയാണ് നമുക്ക് പറയൽ, അതാണ് പ്രധാനം. നമ്മൾ കാത്തിരുന്ന ഉത്തരം കിട്ടി. കിരൺ ഇതൊക്കെ പരിശോധിച്ച് കൃത്യമായിട്ടുള്ളൊരു നിഗമനത്തിലെത്തിയാൽ പിന്നെ നമുക്ക് അവസാന അംഗത്തിനൊരുങ്ങാം. പ്രിയയെ ഇനി ജീവിതത്തിൽ ഒരിക്കലും പുറത്തിറങ്ങാത്ത തരത്തിൽ അകത്താക്കാം. അത് കിരണിന്റെ കയ്യിലായിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും എത്രയോ അപ്പുറത്താണെന്നോ അവളുടെ ക്രിമിനൽ ബുദ്ധി. പക്ഷേ എനിക്ക് അവളുടെ അപ്പുറത്തെ ബുദ്ധിയുണ്ടെന്ന് അവൾ ഓർത്തില്ല. ഞാൻ അങ്കിള് കാണിച്ച ഫോട്ടോയെ കുറിച്ച് ആലോചിക്കുന്നത്. അയാൾ ആരായിരിക്കും? എന്തായാലും നമുക്ക് കിരണിന്റെ മറുപടിക്ക് കാത്തിരിക്കാം. അവന്റെ ഒരു ഗേറ്റ്. എടോ വക്കീലേ, എടോ കൂതറ വക്കീലേ, ഇറങ്ങി വേണോ? എടോ വക്കീലേ, എടാ നന്ദഗോപ, എടാ പറഞ്ഞ വക്കീലേ. എടോ വക്കീലേ, ഇറങ്ങി വാടോ. എടോ എടോ വക്കീലേ, ഇറങ്ങി വാടോ നന്ദഗോപ വക്കീലേ. എടോ ഇറങ്ങി വരാൻ. എടോ വക്കീലെ ഇറങ്ങി വരാൻ. എവിടെ കയറി ഒളിച്ചിരിക്കുന്നോ? ഇറങ്ങി വാടോ ഇങ്ങോട്ട്.
എടോ വക്കീലേ ഇറങ്ങി വാടോ. എടോ അതെ ദേ, അയ്യോ ഇതാര്? നമസ്കാരം മിസ്സിസ് നന്ദഗോപൻ. അതെ ദയവായി നിങ്ങളൊന്ന് ഇറങ്ങിപ്പോണം പ്ലീസ്. എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടൊന്ന് തിരിച്ചു തന്ന ഞാൻ ദേ അടുത്ത വണ്ടിക്ക് തിരിച്ചു പോവും. മര്യാദക്ക് അതിനെ തിരിച്ചില്ല. ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ പ്ലീസ്? നന്ദേട്ടാ, നന്ദേട്ടാ. ആരെ വിളിച്ചാലും ശരി അരവിന്ദൻ പോണോക്കി അതിങ്ങ് തിരിച്ചു തരണം. അഞ്ജനെ എന്റെ ഭാര്യയെ അവിടെ അങ്ങ് അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ദേ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണിടോ. ഓർമ്മിച്ച് നോക്കിയാലേ താനേ ഓർമ്മ വന്നോളും. എന്തായാലും ഉണ്ടല്ലോ നല്ല ബെസ്റ്റ് ഫാമിലി. ഇറങ്ങി പോടോ. അവളെ ഇവിടെ ഇറങ്ങിട്ടോ. എവിടെയാണ് അവളെ പൂട്ടിയിട്ടിരിക്കുന്നത്? അഞ്ജന, അഞ്ജന കുട്ടി, അഞ്ജന മോളെ, നിന്റെ അരവിന്ദേട്ടൻ വന്നു കേട്ടോ. മിസ്റ്റർ, നിങ്ങളുടെ ഭാര്യ ഇവിടെ ഇല്ല. ഇവിടെ തന്നെ ഉണ്ടാവും മിസ്റ്റർ. കാരണം എന്റെ ഭാര്യ ആവുന്നതിന് മുമ്പേ നിങ്ങളുടെ ഭാര്യ ആയിരുന്നില്ലേ? അവളെ നിങ്ങൾ അയച്ച പെൺകുട്ടികൾ തട്ടിക്കൊണ്ടു വന്നില്ലേ? അവള് ഇവിടെ തന്നെ ഉണ്ട്. മിസ്റ്റർ, അഞ്ജനെ, അഞ്ജനെ, കൊണ്ടേ പോവൂ, അഞ്ജനയെ കൊണ്ടേ പോവൂ. താൻ കൊണ്ടിട്ടേ പോവുള്ളൂ. ആണോ? എടോ, തന്റെ ഭാര്യ ഇവിടെ ഇല്ല. എന്റെ മോളും അനിയത്തിയും കൂടെ അഞ്ജന ഇവിടെ കൊണ്ടുവന്നുള്ള കാര്യം ശരിയാ. പക്ഷേ ഇവിടെ കയറ്റിയില്ല. അവളെ തിരിച്ചു കൊണ്ടുപോയി. താൻ ആശുപത്രിയിലെങ്ങനെ പോയി അന്വേഷിക്കുക, അവിടെ കാണും. ഒന്ന് ചുമ്മാ ഇരി വക്കീലേ. അവൾ ഇവിടെ തന്നെ ഉണ്ട്. അഞ്ജനെ, എടി അഞ്ജനെ, താൻ എന്നെ തല്ലി എന്റെ ഭാര്യയെ കൊണ്ടുപോവാൻ 2 ഗുണ്ടകൾ അയച്ചില്ലേ? 2 പെൺഗുണ്ടകൾ, പൂജയും മധുവും. അവരെന്നെ അടിച്ച് റൊട്ടിയാക്കി കളഞ്ഞോ. എന്നിട്ട് എന്റെ ഭാര്യയും കൊണ്ടുപോയി. എനിക്ക് കിട്ടിയ തല്ലിന് ഞാൻ മറുതല്ല് കൊടുക്കണുണ്ട്. അതിനു മുമ്പ് എനിക്ക് എന്റെ ഭാര്യയെ തരണം. അതെ എത്ര നേരമായി ഞാൻ നിങ്ങളോട് പറയുന്നു അഞ്ജന ഇവിടെ ഇല്ലെന്ന്. നന്ദേട്ടാ, പോലീസിനെ വിളിക്കേ. നന്ദേട്ടനല്ല പോലീസിനെ വിളിക്കുന്നത്, ഈ അരവിന്ദേട്ടൻ വിളിക്കും പോലീസിനെ. എന്റെ ഭാര്യയെ തിരികെ കിട്ടാൻ ഞാൻ പോലീസിനെ ഇറക്കും. എന്റെ ഭാര്യയുടെ മോളുടെ സ്വത്ത് അടിച്ചു മാറ്റാനല്ലേ താൻ തന്റെ പൂജ വിട്ട് എന്റെ ഭാര്യയെ തട്ടിക്കൊടുന്നത്? ഇറങ്ങി പോടോ. മനസ്സിലോ അഞ്ജനെ, എടി അഞ്ജനെ. എന്താ നന്ദ, എന്താ ഇവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ?